അസ്സലാമുഅലൈക്കും എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ മലയാളികളുടെ ഒരു നൊസ്റ്റാൾജിയ വിഭവമായ ഉഴുന്നുവടയാണ് തയ്യാറാക്കുന്നത്. അതായത് ഉഴുന്നൊന്നും ഉപയോഗിക്കാതെ ഒരു ലോ കാർബ് ഉഴുന്നുവട. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. LCHF അല്ലെങ്കിൽ കീറ്റോ ഉഴുന്നുവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉഴുന്നിന് പകരം ഞാനിവിടെ എടുത്തിട്ടുള്ളത് കോളിഫ്ലവർ പുഴുങ്ങിയതാണ്. പിന്നെ 6 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് ഒരു 6 അല്ലെങ്കിൽ 8 ടേബിൾ സ്പൂൺ കിട്ടാവുന്നത്ര സവാള, പിന്നെ കുറച്ചധികം കറിവേപ്പില, പിന്നെ നിങ്ങളുടെ എരിവിൻ്റെ പാകത്തിനനുസരിച്ച് പച്ചമുളക്, പിന്നെ ഇഞ്ചി കഷ്ണം വേണം. ഞാനിവിടെ ഇഞ്ചി പൊടിയായി അരിഞ്ഞത് എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് അതെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഉള്ളിയും പച്ചമുളകും വേപ്പിലയും ഇഞ്ചിയും ഒരു ചോപ്പറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് നന്നാക്കി പൊടിയായിട്ട് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇടുക. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ചധികം ഉപ്പ് ഇട്ടിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ഇതും മുട്ടയും ഒക്കെ കൂടി ചേർന്ന് വരുമ്പോൾ ആവശ്യത്തിനുള്ള അത്ര ഉപ്പ് ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ കോളിഫ്ലവർ നന്നായിട്ട് കൈകൊണ്ടോ അല്ലെങ്കിൽ ഒരു മാഷറോ കൊണ്ടോ നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം ഇതിനകത്തുള്ള വെള്ളം ഒരു കോട്ടൺ തുണിയിലേക്ക് ഇട്ട് പിഴിഞ്ഞിട്ട് വെള്ളം കളയാം. അപ്പോൾ ഞാനിവിടെ തൽക്കാലം ഒരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് അമർത്തിയിട്ടാണ് കളയുന്നത്. ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ പുറത്തേക്ക് പോകുന്നത് കണ്ടില്ലേ. ഇതിലുള്ള വെള്ളം മുഴുവൻ കളയാം. ഇപ്പോൾ അതാ മുഴുവനും പിഴിഞ്ഞെടുത്തപ്പോൾ ഇത്രത്തോളം വെള്ളം ആ കോളിഫ്ലവറിൽ നിന്ന് പുറത്തേക്ക് വന്നതാണ്. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞെടുത്തപ്പോൾ തന്നെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ കോഴിമുട്ട പൊടിച്ചിടാം. അതിൽ വെച്ചിട്ട് പൊടിച്ചെടുക്കുകയാണ്. നിങ്ങളുടെ അടുത്ത് ഇതില്ല എന്നുണ്ടെങ്കിൽ കത്തി കൊണ്ട് കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് പൊടിച്ചെടുത്താൽ മതി. കണ്ടില്ലേ, നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാ മുഴുവൻ മുട്ടയും പൊടിച്ചെടുത്ത് കഴിഞ്ഞു. നേരത്തെ പൊടിച്ച് വെച്ച ഉപ്പും പച്ചമുളകും വേപ്പിലയും എല്ലാം കൂടെ ഉണ്ടല്ലോ, അത് ഇതിനോട് കൂടി ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഉപ്പോ എരിവോ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നല്ല ഷേപ്പാക്കിയിട്ട് ഉഴുന്നുവടൻ്റെ ഷേപ്പിൽ കിട്ടിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇനിയൊന്ന് വേണമെങ്കിൽ ഒരു എഗ് വാഷ് ചെയ്തിട്ട് ഇത് പൊരിച്ചെടുക്കാം. അപ്പോൾ പിന്നെ ഒന്ന് സേഫ്റ്റിയായി. അപ്പോൾ അത് കുഴച്ചെടുത്ത് കഴിഞ്ഞു. കൈകൊണ്ട് തന്നെ ഒരു ഉഴുന്നുവടയുടെ ഷേപ്പിലാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കട്ട്ലറ്റ് ആക്കാം, ഉഴുന്നുവട ആക്കാം, ഇനിയിപ്പോൾ പക്കാവട പോലെ അങ്ങനെ ആക്കാം. നിങ്ങളുടെ സൗകര്യം പോലെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിതിനെ പൊരിച്ചെടുക്കാം. ഒരു കുഴിയുള്ള പാത്രം വെച്ച് ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു മുട്ട എടുത്തിട്ട് ഇത്തിരി ഉപ്പും കുരുമുളകും ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് വടയെ ഒന്ന് എഗ് വാഷ് ചെയ്തെടുക്കാം. നമ്മൾ ഷേപ്പാക്കിയെടുത്ത വടയെ ഒന്ന് എഗ് വാഷ് ചെയ്ത് കൊടുക്കാം. എണ്ണയിൽ ഈ വട പൊട്ടിപ്പൊളിഞ്ഞ് അതിൻ്റെ ഒരു വൃത്തി നഷ്ടപ്പെടാതിരിക്കാനാണ് പിന്നെ ഈ എഗ് വാഷ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് ചൂടായ എണ്ണയിലേക്ക് ഇടാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. അത് റെഡിയായി വരുമ്പോഴേക്ക് നമുക്ക് അടുത്ത വട റെഡിയാക്കാം. ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ അകത്ത് വേവാനൊന്നുമില്ല. അപ്പോൾ നമുക്കിത് പുറത്തെടുക്കാം. ബാക്കിയുള്ളതും ഇതുപോലെ പൊരിച്ചു പോരാം.
കൈ കൊള്ളാതിരിക്കാൻ ഇങ്ങനെ ചട്ടകത്തിൻ്റെ പുറത്ത് വെക്കാം. നിങ്ങൾ ഈ മാവ് കുഴച്ചെടുക്കുമ്പോൾ അഥവാ വെള്ളം ഏറിപ്പോയി എന്ന് തോന്നുകയാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ വരെ സ്പീലിയം ഹസ്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു പൊടി ഇതിനകത്തുള്ള കൂടുതലായിട്ടുള്ള വെള്ളത്തിനൊക്കെ വലിച്ചെടുക്കും. അപ്പോൾ മാവ് കുറച്ചുകൂടി ഒരു ടൈറ്റ് രൂപത്തിൽ കിട്ടും. അപ്പോൾ ഞാനൊരു ടെസ്റ്റിന് വേണ്ടി ചെയ്തതാണ്. ലൂസായാൽ മാത്രം ഇങ്ങനെ എടുത്ത് ചേർത്താൽ മതി. ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് മുഴുവനും പൊരിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ 12 എണ്ണം ഉണ്ടായിരുന്നു. അതിൽ 2 എണ്ണം വെച്ച് ഞങ്ങൾ അന്ന് രാത്രി കഴിച്ചു. പിന്നെ ഞങ്ങളുടെ ബ്രദർ ഇൻ ലോയ്ക്കും കൊടുത്തു. പിന്നെ ഇതിലേക്ക് വേണ്ടി തേങ്ങാ ചട്നിയാണ് ഞാൻ തയ്യാറാക്കിയത്. കഴിക്കാനായിട്ട് തുടങ്ങുകയാണ്. വടയുടെ മുകളിൽ ചട്നിയൊക്കെ ഒഴിച്ചു. ഇനി വറ്റൽമുളക് എടുത്തിട്ട് ആ ചട്നിയിലൊന്ന് ചാലിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു കഷ്ണം വട എടുത്തിട്ട് ഇതിൽ നന്നായിട്ട് ചേർത്ത് കുഴച്ച് കഴിക്കണം. ഈ ചട്നി കൂട്ടി കഴിക്കുമ്പോഴാണ് ഉഴുന്നുവട കഴിച്ചൊരു ഫീലുള്ളത് കേട്ടോ. ഒറ്റയ്ക്ക് ഞാൻ തിന്നു നോക്കി, അപ്പോൾ അത്ര ഒരു സുഖം തോന്നിയില്ല. പക്ഷേ ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ഈ വടയുടെ അകത്തിട്ട ഇഞ്ചിയൊക്കെ കടിക്കുമ്പോൾ നല്ല രുചിയുണ്ട്. കോക്കനട്ട് ഫ്ലോറോ ബദാം ഫ്ലോറോ ഷുഗർ ഉള്ളവരാണെങ്കിൽ ചിക്പീ ഫ്ലോറോ ഒന്നും ചേർക്കാതെ തയ്യാറാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. ഏറ്റവും ചിലവ് കുറഞ്ഞൊരു ഐഡിയ ആണിത്. ഇത് 2 എണ്ണം കഴിച്ചാൽ തന്നെ നന്നായിട്ട് വയറൊക്കെ നിറയും കേട്ടോ. അപ്പോൾ രാത്രി 2 എണ്ണം വീതം കഴിച്ചതിൻ്റെ ബാക്കി പിറ്റേന്ന് ഉച്ചക്കാണ് കഴിച്ചത്. അപ്പോൾ ഇനി ജോലിക്കൊക്കെ പോകാനുള്ളവരാണെങ്കിൽ രാവിലെയൊക്കെ വേഗം എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് രാത്രിയൊക്കെ ഉണ്ടാക്കി വെക്കാം കേട്ടോ. പുറത്ത് തന്നെ വെക്കാം, കേടൊന്നും വരില്ല. പിന്നെ യാത്രയൊക്കെ പോകുകയാണെങ്കിൽ നമുക്കിത് കയ്യിൽ കരുതിയാൽ നല്ലൊരു ഐഡിയ ആയിരിക്കും. പുളി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചട്നി ഉണ്ടാക്കുന്നതിൽ അല്പം പുളിയുള്ള തൈര് ചേർക്കാം കേട്ടോ. തൈര് ചേർത്തിട്ട് നമ്മൾ ചട്നി തയ്യാറാക്കൂലേ, ആ ഒരു രീതിക്കുള്ള ചട്നി ആക്കിയാൽ മതി. ഇവിടെ ഹസ്ബൻഡിന് അങ്ങനെ പുളിയൊന്നും വലിയ ഇഷ്ടമല്ല, പ്രത്യേകിച്ച് ഈ ഉഴുന്നുവട പോലെയുള്ള സംഗതികൾ. സാധാ ഉഴുന്നുവട തിന്നുകയുമില്ല. അപ്പോൾ അദ്ദേഹത്തിന് കൂടെ കൊടുക്കാനുള്ളത് കൊണ്ട് ഞാനിപ്പം ചട്നിയിൽ പുളിയൊന്നും ചേർത്തിട്ടില്ല, അതായത് തൈര് ചേർത്തിട്ടില്ല. അപ്പോൾ പുളിയിൽ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചട്നിയിൽ തൈര് ചേർത്താൽ മതി. അപ്പോൾ എല്ലാവരും ഈ ഒരു ചിലവ് കുറഞ്ഞ ലോ കാർബ് ഉഴുന്നുവട കഴിച്ചു നോക്കൂ. സിമ്പിളാണ്, ആർക്കും ഉണ്ടാക്കാം. നമ്മുടെ കയ്യിൽ എപ്പോഴും കിട്ടുന്ന ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോട് കൂടി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കണം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.